സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഡൽഹിയിലെ ഭീകര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സെക്കുലർ ഇൻഫ്ലുവൻസറുടെ വാക്കുകൾ ഇപ്പോൾ എടുത്തു പറയേണ്ടി വന്നിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിന് കാരണം നരകയാതന ഒഴിവാക്കാനുള്ള മതവിദ്യ ബോധനത്തിന്റെ ഫലമാണ് എന്ന ചൂണ്ടിക്കാട്ടൽ പൊതുഭാഷയിൽ റാഡിക്കലൈസേഷൻ തന്നെ, യഥാർത്ഥത്തിൽ നരക ഭയവൽക്കരണം. എന്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഹിംസയും ചാവേറ്റവും അവലംബിക്കുന്നു എന്നതിനെ എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന യൂട്യൂബർ പറയുന്ന തിയറി ബന്ധപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മതഭീകരത എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാനാകുമെന്ന വ്യക്തമായ സൂചന കൂടി ഇതിലുണ്ട്. ചെറുപ്രായത്തിലുള്ള നരകഭയജനകമായ പഠനം ഒഴിവാക്കുക. ഇസ്ലാം മതം വിട്ട് നാസ്തികനായി എന്നതിന്റെ പേരിൽ ആരിഫ് ഹുസൈനോടുള്ള ഇഷ്ടമോ അനിഷ്ടമോ ഇവിടെ പ്രസക്തമല്ല. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന മതഭീകരതയെക്കുറിച്ച് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുമ്പോൾ അത് സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകമെങ്ങും ഭീതിയും മരണവും വിതയ്ക്കുന്ന മതതീവ്രവാദത്തിന്റെ കാരണം കേരളത്തിലിരുന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നിസ്സാരമായി കാണാനായിരിക്കാം ഏറെ പേരുടെ ഉൾപ്രേരണ. എന്നാൽ മതനേതാക്കളും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാമൂഹിക ശാസ്ത്രജ്ഞരും നിർബന്ധമായും ശ്രവിക്കേണ്ടതാണിത്. അവരിലൂടെ ഭരണാധികാരികളും അത് ശ്രവിച്ച് ഫലമുണ്ടായാൽ സമാധാനവും തലമുറകളുടെ ഭദ്രതയും കാക്ഷിക്കുന്ന ആരും സാമാന്യ ഇസ്ലാമിക സമൂഹവും സന്തോഷിക്കാനേ വഴിയുള്ളൂ. ആരിഫ് ഹുസൈൻ പറയുന്ന വാക്കുകൾ കുറെ കൂടി വിശദീകരിച്ചാൽ ഇങ്ങനെ: എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും സ്വർഗം ഉറപ്പില്ലെന്നതാണ് തീവ്രവാദികൾ മതപാഠത്തിലൂടെ ആദ്യം തന്നെ നൽകുന്ന വ്യക്തമായ ധാരണ. നരകത്തിൽ പെടാനാകട്ടെ നിരവധി കാര്യങ്ങളും സാധ്യതകളും. ഈ ബോധനം വഴി പലരുടെയും മനസ്സിന്റെ ആഴത്തിൽ നരക സാധ്യത എന്ന ഉൾഭീതി പിടുത്തമിടുന്നു. നരകത്തിന്റെ ഭീകര സങ്കല്പവും തങ്ങൾ അവിടേക്കാണ് പോകാൻ സാധ്യതയുള്ളതെന്ന ഭയാജനകമായ ചിന്തയും പലരുടെയും സ്വഭാവത്തെയും പ്രതികരണങ്ങളെയും അവർ പോലും അറിയാതെ ബാധിച്ചു തുടങ്ങും. ഇതോടൊപ്പമാണ് ഈ ഭയത്തിൽ നിന്നു തന്നെ പിറവി കൊള്ളുന്ന പരമത വിദ്വേഷം എന്ന പാഠം കൂടി പഠിക്കാൻ ഇടവരുന്നത്. യഹൂദ ക്രൈസ്തവ വിരുദ്ധത പോലുള്ള കടുത്ത വിദ്വേഷത്തിന്റെ വൈറസ് ഗാസയിലെ കുട്ടികളെ കൊണ്ട് പോലും കത്തിയും തോക്കും എടുപ്പിക്കുന്നതും സുഡാനിലും നൈജീരിയയിലും സിറിയയിലുമൊക്കെ ക്രൈസ്തവ രക്തം വീഴ്ത്തുന്നതും രാഷ്ട്രീയ ദുർമോഹത്താൽ അല്ല. അതിന്റെ എക്സ്റ്റൻഷൻ ആണ് പാകിസ്ഥാൻ പ്രേരിതമായിട്ടാണെങ്കിലും ഡൽഹിയിൽ സംഭവിച്ച ഏറ്റവും പുതിയ ഭീകര പ്രവർത്തനം വരെ. നരകമൊഴിവാക്കാൻ ഉറപ്പുള്ള ഒരേ ഒരു മാർഗം അവിശ്വാസികളെ കൊല്ലുകയും അതിനുവേണ്ടി ചാവേറാകുകയും ആണെന്നും കൂടി വിശ്വസിച്ചു പോകുന്നവരുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. ഏത് പ്രായത്തിലും ഇത്ര ഭയാനകമായൊരു മനോവികാരത്തിന്റെ പിടിയിൽ അകപ്പെടുന്നവർ മതത്തിനു വേണ്ടി ഏത് അരുക്കൊലയും ചെയ്യാൻ മടിക്കാത്തതിൽ അത്ഭുതമില്ല. ചെറുപ്പത്തിൽ തന്നെ അതിന് ഇരയാകുന്നവരുടെ കാര്യം പറയുകയേ വേണ്ടല്ലോ. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അവിശ്വാസികളുമായി യുദ്ധം ചെയ്യുന്നതും അവരെ കൂട്ടക്കൊല ചെയ്യുന്നതും പൊരുതി മരിക്കുന്ന പഴയ രീതിക്ക് പകരം കൊന്നുകൊണ്ട് ചാകാൻ ചാവേർ ബോംബായി പൊട്ടിത്തെറിച്ച് കൂട്ടക്കുരുതി നടത്തുന്നതും നരകയാതന ഒഴിവാക്കാനുള്ള എളുപ്പമാർഗം. അത് അത്രയ്ക്ക് ഭയങ്കരമായാണ് നരകപീഡയുടെ ഭീതിയിൽ അവർ കൊളുത്തപ്പെടുന്നത്. വളരെ പേർ ഇസ്ലാമിക ഭീകരതയ്ക്ക് ഏക കാരണമായി പറയുന്നത് മരണാനന്തരം ഇന്ദ്രിയ സുഖങ്ങളുള്ള സ്വർഗം ലഭിക്കുമെന്ന ബോധനത്തെയാണ്. സ്ത്രീകൾക്ക് പ്രസക്തമല്ലാത്ത ആ സങ്കല്പം സ്ത്രീകളെ ഭീകരതയിലേക്ക് നയിക്കും എന്നു കരുതാൻ യുക്തിയില്ലല്ലോ. മറിച്ച് നരകപീഡനം എന്ന മഹാഭീതി ആരെയും പിടികൂടാം. ഫലം സ്വർഗം കിട്ടിയില്ലെങ്കിലും വേണ്ട, നരകപീഡനം ഒഴിവാക്കിയേ പറ്റൂ എന്ന ഭീതി പൂണ്ട മനോഗതി.
വൈറ്റ് കോളർ ഭീകരത എന്ന് മാധ്യമങ്ങൾ പുതിയ വെളിവ് പോലെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന വിദ്യാസമ്പന്നരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭീകരത തെളിയിക്കുന്നത് ആ അവസ്ഥയിലെത്തിയ മനസ്സുകളെയാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ സ്വർഗമോഹമല്ല, നരകഭീതിയാണ് ഭീകരതയുടെ മുഖ്യ പ്രേരണ. ചെറുപ്പത്തിൽ മദർ സ്കൂൾ പഠനത്തിൽ നിന്ന് തൻ്റെ കുട്ടി മനസ്സിൽ രൂപം കൊണ്ട ഭീതിയുടെ കെണിയെ അവതരിപ്പിച്ചാണ് ആരിഫ് ഹുസൈൻ അത് പറഞ്ഞത്. എല്ലാവരുടെയും കാര്യം ഒരുപോലെയല്ലെന്ന വിശദീകരണത്തോടെ. പക്ഷേ എല്ലാവരോടും പറയുന്നതും എല്ലാവരും കേൾക്കുന്നതും ഒന്നു തന്നെയാണെന്നും അത് ഓരോരുത്തരിലും സൃഷ്ടിക്കുന്ന പ്രഭാവം വ്യത്യസ്തമാകാമെന്നതും. ചിലരെ നരകഭയം തീരാവ്യാധി പോലെ പിടികൂടുന്നു. അവരാണ് വളരെ വേഗം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, തീവ്രവാദവൽക്കരിക്കപ്പെടുന്നത്. സാന്ദർഭികമായി ക്രൈസ്തവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ ബൈബിളിലും നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗഹന്ന, തീ നരകം, ചാകാത്ത പുഴുവും കെടാത്ത തീയും, ഗന്ധക തടാകം, അഗ്നി തടാകം എന്നിങ്ങനെ ദൈവദർശനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തി നിത്യനിരാശയിലും നിത്യവിദ്വേഷത്തിലും പൈശാചിക ദുരാധിപത്യത്തിന് കീഴിലുമായിത്തീരുന്ന ആത്മാവിന്റെ അവസ്ഥ വസ്തുതയെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അത് ഒഴിവാക്കാനുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ്. എന്നാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഭയപ്പെടേണ്ട എന്നത്. ദിവസം ഒന്നെന്ന് കണക്കിൽ ആണ്ടുവട്ടം മുഴുവനും പറയാൻ കഴിയുന്നത്ര ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ദൈവിക സമാശ്വാസവും നിരവധി തവണ തിരുവചനങ്ങൾ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് നരകഭീതിയല്ല, മറിച്ച് ദൈവിക സാന്നിധ്യത്തിന്റെ സ്നേഹാനുഭവവും ധൈര്യവും സമാധാനവും പാപമുപേക്ഷിക്കാനുള്ള ദാഹവും. ഭയം വിളമ്പുന്ന മതപാഠമാകട്ടെ യാതന ഒഴിവാക്കണമെന്ന സംഭീതമായ മനോനില സൃഷ്ടിച്ച് ഭീകരതയെ പുൽകിക്കുന്നു. ആരിഫ് ഹുസൈന്റെ ചൂണ്ടിക്കാട്ടൽ ശരിയെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വനിതാ ഡോക്ടറുടെയും മറ്റു ഡോക്ടർമാരുടെയും മാത്രമല്ല, ആഗോള ഭീകര സംഭവങ്ങളിലായി മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള